നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് വീടിനടുത്തുള്ള ഒരു കുളം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കുളത്തിൽ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്, പക്ഷെ ഇന്ന് പോകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. വീടിനടുത്ത് നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ കുളത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ചെറിയ മഴയുണ്ട്, എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം. പൂത്തുക്കുളം എന്നാണ് ഈ കുളത്തിന്റെ പേര്. നെയ്യാറ്റിൻകര നഗരസഭയിലെ അതിയന്നൂർ വാർഡിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. എന്റെ ചെറുപ്പകാലത്ത് ഒത്തിരി തവണ ഞാൻ ഈ കുളത്തിൽ വന്ന് കുളിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന പ്രദേശം അതിയന്നൂർ പഞ്ചായത്താണ്. ഇപ്പുറം ഭാഗം നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിലാണ് വരുന്നത്. എന്ത് മനോഹരമാണ് ഈ പ്രദേശം എന്ന് നിങ്ങൾക്ക് ഈ 360 ഡിഗ്രി വ്യൂ കാണുമ്പോൾ അറിയാൻ കഴിയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത. കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ കാണുന്ന ഡമ്മി ഫ്രോഗ് ആണ്. ഈ ഡമ്മി ഫ്രോഗ് ചൂണ്ടയിൽ കൊരുത്ത് എറിഞ്ഞിട്ടാണ് മീൻ പിടിക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ വല വിരിച്ചും മീൻ പിടിക്കാറുണ്ട്. ബ്രാൽ മത്സ്യമാണ് കുട്ടികളുടെ ചൂണ്ടയിൽ കൊരുത്തിരിക്കുന്നത്. കേരളത്തിലെ പുഴകളിലും കുളങ്ങളിലും തോടുകളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു മത്സ്യമാണ് ബ്രാൽ മത്സ്യം. ഈ മത്സ്യത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് മാസങ്ങളോളം ചെളിയിൽ പുതഞ്ഞു കിടക്കാൻ കഴിയും. മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ വേഗം വളരുന്നു. മാംസാവശിഷ്ടങ്ങൾ ഈ മത്സ്യത്തിന് തീറ്റയായി കൊടുക്കാറുണ്ട്. പോഷക ഗുണമുള്ള മാംസമുള്ള മത്സ്യമായതിനാൽ ഇതിന്റെ വിപണന സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പൊ ചൂണ്ടയിൽ കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ മത്സ്യമാണ്, വലിപ്പം കുറഞ്ഞതാണ്. കുട്ടികൾ ഈ മത്സ്യം ചൂണ്ടയിട്ട് പിടിച്ചത് അതിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾ തോർത്തുമുണ്ടൽ പരൽമീനുകളെ പിടിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ എന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഞാനും കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. എന്റെ മാത്രമല്ല, പലരുടെയും ചെറുപ്പകാലം ഇങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പരൽമീനുകൾ എന്ന് കേൾക്കുമ്പോൾ ലാലേട്ടന്റെ രാവണപ്രഭു എന്ന ചിത്രത്തിലെ ആ ഒരു പ്രശസ്തമായ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഋതു ഇതെല്ലാം കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഋതുവിന് ഈ സ്ഥലം വിട്ടിട്ട് വരാനേ വയ്യ. അങ്ങനെ പ്രകൃതി ഭംഗിയെ ആസ്വദിച്ച് കുളത്തിലെ കാഴ്ചകളും കണ്ട് മീൻ പിടിക്കുന്നതും കണ്ട് ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.